കുമ്പളങ്ങിയിൽ ഇല്ലിക്കൽ മാർക്കറ്റിൽ കടയ്ക്കകത്ത് തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വയറ്റിൽ കുത്തേറ്റ പാടുമുണ്ട്. എസ് അരുൺ ശങ്കർ. അരുൺ, എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത്? ഇയാളുടെ ശരീരത്തിൽ കുത്തേറ്റ പാടുണ്ടെന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതാണോ മരണ കാരണം എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇയാളെ കഴിഞ്ഞ രാത്രിയിൽ ഈ കടയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. കടയിൽ കിടന്ന് സാധാരണ അവിടെ കിടന്നാണ് സാധാരണ ഉറങ്ങുന്നത്. കുടനിന്നാക്കുന്ന ജോലിയാണ് ഇയാൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടുകാർക്കൊക്കെ വളരെ പരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് കുത്തേറ്റത് എന്നതോട് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിൻ്റെ മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. നാട്ടുകാർ അണ്ണ എന്നായിരുന്നു സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നാട്ടുകാർക്കൊക്കെ അത്ര പരിചിതനായൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കുമ്പളങ്ങി ഇല്ലിക്കൽ മാർക്കറ്റിലെ കടക്കകത്താണ് തമിഴ്നാട് സ്വദേശിയായ മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പച്ചക്കറി കടയാണിത്. ഇയാൾ സ്ഥിരമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മരണകാരണം സംബന്ധിച്ചുള്ള കുമ്പളങ്ങിയിലാണ് ഇല്ലിക്കൽ മാർക്കറ്റിൽ കടയ്ക്കകത്താണ് തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയറ്റിൽ കുത്തേറ്റ പാടുകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ എന്താണ് മരണകാരണം എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വേണമെന്നതാണ് അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്.